പ്രിയമുള്ള സുഹൃത്തുക്കളെ, രണ്ട് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, ശാരീരിക അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് ഒരല്പം വീര്യം ക്ഷമിക്കുക. രണ്ട്, ഈ തൊപ്പി ഹെയർ ഡ്രസ്സിങ്ങിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തൊപ്പി ഞാൻ വെച്ചിട്ടുള്ളത്. കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. റംസാൻ അവസാനിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വേളയാണ്. കാരണം കടുത്ത വേദന, ദാഹം സഹിച്ച് അവർ അനുഭവിച്ച വേദന, വിശ്വാസത്തിൻ്റെ പേരിൽ സ്വയം പീഡിപ്പിക്കാൻ്റെ മനുഷ്യൻ്റെ കഴിവ് അത്രത്തോളമുണ്ട്. വിശ്വാസം അതാണല്ലോ എല്ലാം. നമ്മുടെ ഇന്നത്തെ വിഷയം റംസാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹു ഇറക്കിക്കൊടുക്കുന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ലൈലത്തുൽ ഖദർ? ഖുർആനിലെ 97-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹു ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി, ഖദർ വിധി, വിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. വിധിയാണ് ഖദർ. അപ്പോൾ അള്ളാഹു പറയുന്നത് 1-ാമത്തെ വാചകത്തിൽ, നാം ഇതിനെ വിധി നിർണയ രാവിൽ ഇറക്കിയിരിക്കും. അതായത് ഖുർആൻ ഇറക്കിയത് വിധി നിർണയ രാവിൽ എന്നാണ്. ഇപ്പം ഈ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് പറയുന്നത്, അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നോടൊപ്പം ലഅഫിൽ മഹ്ഫൂദ് എന്ന ഒരു ഗ്രന്ഥത്തിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഖുർആൻ ഇറക്കിക്കൊടുത്തത്. നമ്മൾ സാധാരണ കേൾക്കുന്നത് 23 വർഷമായിട്ടാണ്. നബിയുടെ 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം നബി ആയതിനു ശേഷം മരിക്കുവോളം 65 വയസ്സ് വരെ ഏകദേശം 23 വർഷം നീണ്ട കാലയളവിൽ അദ്ദേഹത്തിന് ആവശ്യമായ അവസരങ്ങളിലൊക്കെയാണ് ഈ ഖുർആൻ്റെ വാചകങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒറ്റ രാത്രിയിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമില്ലേ? വൈരുദ്ധ്യങ്ങളൊന്നും ഖുർആനോ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ നബിക്കോ ഒരു പ്രശ്നമേ അല്ല. വിശ്വാസം അതാണല്ലോ എല്ലാം. ഇത് ഈ രാത്രിയിൽ ഇറക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഈ മുസ്ലിങ്ങൾ അവസാനത്തെ 10 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 27-ൻ്റെ അന്ന് രാത്രി ഉറക്കം ഒഴിവാക്കി നിസ്കരിച്ചുകൊണ്ട് ഈ ഇറക്കലിന് വേണ്ടി കാത്തിരിക്കും. കിട്ടും എന്നാണ് ഇവർ കരുതുന്നത്. അപ്പം ഭൂലോകത്ത് പകുതി സ്ഥലത്ത് ഇരുട്ടും പകുതി സ്ഥലത്ത് പകലുമാണ്. അപ്പം ഒരു വിഭാഗക്കാർക്ക് ഇറക്കാനൊക്കാതെ അള്ളാഹു എന്തുകൊണ്ടാണ് രാത്രി ഇറക്കുന്നത്? ഇനി അള്ളാഹു ചെയ്യേണ്ട കാര്യം, രാത്രിയും പകലും ഞാൻ ഇറക്കും. അപ്പോൾ അധ്യായത്തിൻ്റെ പേര് മാറ്റേണ്ടി വരും. ലൈലത്തുൽ ഖദർ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ വിശദീകരണമായി പലരും പറയുന്നത്, ഈ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് കാര്യങ്ങളെയൊക്കെ ഇറക്കി, ഖുർആനെ ഇറക്കി. എന്നിട്ട് ആവശ്യാനുസരണം 23 വർഷമായിട്ട് ഇറക്കിക്കൊടുത്തു. ഇതൊരു വ്യാഖ്യാന ഫാക്ടറിയിലെ ഒരു നല്ല ഉൽപ്പന്നം എന്നല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? അപ്പം ഏത് ദിവസമാണ് ഇത് ഇറക്കി കൊടുക്കുക? അതിനും ഒരു കഥയുണ്ട്. അതായത് അള്ളാഹു നബിയോട് അറിയിച്ചു, റംസാൻ മാസത്തെ ഈ ദിവസമാണ് ഈ ലൈലത്തുൽ ഖദർ ഇറങ്ങുക എന്ന്. നബി ഇത് കേട്ട മാത്രയിൽ സഹാബാക്കളെ തേടി ഓടി വന്നു, അവരെ ഈ നല്ല വാർത്ത അറിയിക്കും. എന്താണ് നല്ല വാർത്ത? അന്ന് ഭയങ്കര പൂരിശയുള്ള രാവാണ്, വളരെ പ്രത്യേകതകളുള്ള രാവാണ്. അന്ന് മഴ പെയ്യില്ലേ, ചൂടനുഭവപ്പെടില്ലേ, അഗ്നിപർവ്വതം ഉണ്ടാവില്ലേ, കടക്ഷമം ഉണ്ടാവില്ലേ? അതൊന്നും ചോദിക്കരുത്. പ്രത്യേകതയുണ്ട്.
മേന്മയുണ്ട് എന്നൊക്കെ കരുതിയാൽ മതി. വിശ്വസിക്കുക, വിശ്വാസമാണല്ലോ എല്ലാം. അപ്പം നബി സഹാബാക്കളുടെ അടുത്തെത്തിയപ്പോൾ അവരിൽ രണ്ടുപേര് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വഴക്ക് പറഞ്ഞു തീർക്കാനായി നബി ഇടപെട്ടു. അതോടുകൂടി ഏത് ദിവസമാണ് ഇത് ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ നബിക്ക് മറവി സംഭവിച്ചു. അപ്പം നബിയുടെ ഒരു മറവി പിന്നീടുണ്ടായ എല്ലാ മുസ്ലിങ്ങൾക്കും 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുഴുക്കെ എന്നാണ് ഇത് ഇറങ്ങുക എന്നറിയാതെ ത്രിസംഗ് സ്വർഗത്തിൽ കഴിയേണ്ട അവസ്ഥയാണ്. എങ്കിലും എല്ലാം ഇമാമിങ്ങളും അന്നത്തെ പണ്ഡിതന്മാരും ഒക്കെ വളരെ നമ്മുടെ ഈ മുനിമാർ ഹിമപർവ്വതത്തിൻ്റെ താഴെ ചെന്നിരുന്ന് എല്ലാം ആവാഹിച്ച് കയറ്റി വിളമ്പിത്തരുന്നത് പോലെ ഈ ഇമാമിങ്ങളൊക്കെ പലതും പറയും. അതാണ് കിതാബ് രൂപത്തിൽ വരുന്നത്. അവർക്കൊക്കെ എന്തറിയാമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അറിവ് പോലും ഇല്ല എന്നത് മറ്റൊരു കാര്യം. വിശ്വാസമാണല്ലോ, അതിനെ ചോദ്യം ചെയ്യാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഈ ഇമാമിങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാം. ഇബ്നു അബ്ബാസ് പറയുന്നത് ഇത് പല ഘട്ടങ്ങളിലായി ഇറക്കിക്കൊടുത്തു എന്നതിൻ്റെ അർത്ഥമാണ് ഈ 1ാം ആകാശത്ത് ഇറക്കിയത്. ഇമാം ഷാഫി പറയുന്നത് ഇത് അവതരണത്തിൻ്റെ തുടക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൗദൂദി പറയുന്ന മറ്റൊരു കാര്യം, അള്ളാഹു നബിയുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ക്രോഡീകരിച്ച ഒന്നാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ഒരു ഭാഗത്ത് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്നത്. ഇനി എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? സുന്നികൾ വിശ്വസിക്കുന്നത് 27 എന്നാണ്, ഷിയാക്കൾ 23. അവർ 19 പറയുന്നുണ്ട്. അതിൻ്റെ തലേ ദിവസമാണ് മുസ്ലിങ്ങളാൽ അലി കൊല്ലപ്പെട്ടത്. അപ്പം 27 സുന്നി, 23 ഷിയ. അവിടെ തന്നെ കോൺഫ്ലിക്റ്റായി. അപ്പം എന്നിറങ്ങുമെന്ന കാര്യം നബിയുടെ ആ ശണ്ടകൂടൽ ഒഴിവ് ഇടപെടൽ കാരണം ഇവിടെ 2 ദിവസങ്ങളാണ്. അബൂ ഹുറൈറ പറയുന്നത് അത് 27-ലോ 21-ലോ ആയിരിക്കും. ഇബ്നു അബ്ബാസ് പറയുന്നത് 1-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നത് 5, 7, 27, 29. ആയിഷ പറയുന്നത് അവസാനത്തെ 10 ദിവസങ്ങൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ തള്ളി മുസ്ലിങ്ങളെ അവസാനത്തെ 10 ദിവസം പെടാപാട് പെടുത്തുകയാണെന്നല്ലാതെ ഒരു കാര്യത്തിൽ കൃത്യമായി ഒരു നിലപാട് പറയാൻ അള്ളാഹുവിനും കഴിവില്ല, നബിക്കും കഴിവില്ല, പിന്നീടുണ്ടായ ഇമാമിങ്ങൾക്കും കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവർ അത് അപ്പടിക്കങ്ങ് വിശ്വസിക്കുന്നു എന്നേ അല്ലാതെ. അപ്പം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ആ വിധി നിർണയ രാവ് എന്താണെന്ന് നിനക്കറിയാം. അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയാണ്, നിനക്കെന്തറിയാം? ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. സാധാരണഗതിയിൽ നബിയുടെ ഒരു അടവാണ്, ഇതിനെക്കുറിച്ച് നിനക്കെന്തറിയാം? അബൂബക്കറേ, സിദ്ദീഖേ, അവർ പറയും എല്ലാം അറിയുന്നവർ നബിയാണ്. അപ്പോൾ നബി മൊഴി അതേ അടവാണ് ഇവിടെ അള്ളാഹു എടുക്കുന്നത്. ആ വിധി നിർണയ രാവ് എന്തെന്ന് വെച്ചാൽ നിനക്കെന്തെന്നറിയാം. അപ്പം അതെന്താണത്? 1000 മാസത്തിലേറെ ശ്രേഷ്ഠമുള്ള ഒന്നാണ്. 1000 മാസം എന്ന് വരുമ്പോൾ 83 വർഷത്തെക്കാളും ശ്രേഷ്ഠം. എന്താണ് ശ്രേഷ്ഠം? ഞാനിപ്പം നല്ല ചൂടിലാണ് ഇരിക്കുന്നത്, പോർട്ടിഗോയിലാണ്. എങ്കിൽ തന്നെയും നല്ല ചൂടിന് ശമനമുണ്ടാകുമോ? കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമോ? ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്ത എന്നർത്ഥം. ഈ വ്യത്യസ്തത സ്വന്തം മനസ്സിൽ എന്നല്ലാതെ മറ്റെവിടെയാണ് ഉള്ളത് എന്ന് വിശ്വാസികൾ പറയേണ്ടി വരും. അവർക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, അന്ന് ഉറക്കളച്ചിരുന്നു എന്നാണെന്നറിയില്ല, എങ്കിലും
അവസാനത്തെ 10 രാവുകളിൽ ഒറ്റപ്പെട്ട രാത്രിയിൽ ഉറക്കിളച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പം ഞാൻ ഉറക്കമൊക്കെ നഷ്ടപ്പെടുത്തി പ്രാർത്ഥിച്ച് എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞു. അടുത്ത വർഷവും ഞാനിത് ചെയ്യണോ? അത് വീണ്ടും നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അപ്പം പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പം പാപം ചെയ്താൽ എന്തിനാണ് പൊറുക്കുന്നത്? നമ്മൾ മനുഷ്യർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളുണ്ട്. പാപത്തിന് ഞാൻ പൊറുപ്പ് തേടിയാൽ മതിയോ? എന്നോട് ക്ഷമിക്കണം, തൗബ ചെയ്താൽ മതിയാകുമോ? അതല്ല. പാപം ചെയ്തു കഴിഞ്ഞാൽ പാപമാണെങ്കിൽ, ഇപ്പം ഇന്ന് എന്നെ ഒരു സുഹൃത്ത് വിളിച്ച്, വിശ്വാസിയായ സുഹൃത്ത് വിളിച്ച് വളരെ പരിതപിച്ചു. അദ്ദേഹം പറയുന്നത്, ഇന്ന് രാവിലെ മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പല പള്ളികളിലെയും വർത്തമാനങ്ങളാണ്. വലിയ പേടി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളെ എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല. മാത്രമല്ല, പാപം ചെയ്യാൻ നിങ്ങൾക്ക് ആവത്തുമില്ല. സാധാരണ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ, പിന്നെ കുറേ ആളുകളുണ്ട് തെറ്റ് ചെയ്യുന്നവർ, അത് അവരുടെ ബ്രെയിൻ സെറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും സാധാരണ 99% ആളുകളും താങ്കളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ച് മരിക്കുന്നവരാണെങ്കിൽ, ഈ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപിയാണ്, നീ പാപിയാണെന്ന് പറയുന്ന ആ ഒരു ഉമ്മാക്കിയുണ്ടല്ലോ, അത് നിസ്സാരമായിട്ടല്ല ഈ പാവങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നത്. 83 വർഷത്തെ പ്രതിഫലമാണ്. അപ്പം ഒരിക്കൽ ചെയ്താൽ മതിയല്ലോ, പിന്നീട് എന്തിനാണ് ഇത് ചെയ്യേണ്ടി വരിക? ഒരാളുടെ ആയുസ്സിൽ ഒരിക്കൽ ചെയ്തിട്ട് പിന്നീട് പാപങ്ങൾ ചെയ്യാതിരുന്നാൽ പോരെ? പാപങ്ങൾ ചെയ്യുന്നില്ല, അത് മറ്റൊരു കാര്യം. വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം. അതുപോലെ ഇത് വീണ്ടും വീണ്ടും ഇറക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് ഞാനിതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അബ്ദുല്ല CP അദ്ദേഹം വന്ന് എന്നെ കളിയാക്കി, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ഈ പല പ്രാവശ്യം ഇറക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചതുകൊണ്ടാണ്. അവരുടെ ഭാഷ്യത്തിൽ ഓരോ ആളുടെയും ഒരു വർഷത്തെ വിധി അങ്ങനെ ഇറക്കി കൊടുക്കുന്നു. ശരി, അങ്ങനെ ഇറക്കി കൊടുത്താൽ നീ ഇറക്കിക്കോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങട്ടെ. ഞാനെന്തിന് ഉറക്കളച്ചത് കാത്തിരിക്കണം? ഞാൻ ഉറക്കളച്ച് കാത്തിരുന്നാൽ ഈ വിധിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? അപ്പം ഈ വിധിക്ക് എന്നാ പുല്ലുവിലയാണ് കൽപ്പിക്കേണ്ടത് എന്നതാണ്. പിന്നെ ഈ പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇരട്ടി പ്രതിഫലം, 100 ഇരട്ടി. സ്വർഗം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാണ്. അവിടെ 100 ഇരട്ടി, 1000 ഇരട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തർത്ഥമാണ് അതിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വെറും കേവലം പ്രലോഭിക്കൽ മാത്രമാണ്. ആളുകളെ ചുമ്മാ ഇങ്ങനെ പേടിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്ത് കൂടെ നിർത്താനുള്ള അടവെന്നല്ലാതെ ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ അടുത്ത അധ്യായം, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങി വരും. ഈ മലക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരമയിലൊക്കെ മായാവി ഉണ്ടല്ലോ, മായാവി, അതുപോലത്തെ ഒരു സംഗതിയാണ്. അത് യുദ്ധത്തിൽ വരും, ആവശ്യത്തിന് വരും, ഇത് കൊണ്ടുവരും, കിടപ്പറയിൽ വരും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് എന്നെ ഫോൺ ചെയ്ത സുഹൃത്ത് ചോദിച്ച വർത്തമാനം, മരിച്ച ആളുകൾ ആരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. വല്ലാത്തൊരു ഒരു വിശ്വാസിയുടെ ചോദ്യമാണ്. അതായത് വിശ്വാസികൾ സ്വയം ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ എന്താണ് ഈ മലക്ക്? യുദ്ധവേളയിൽ 1000 മലക്കുകളെ ഇറക്കിക്കൊടുത്തു. എവിടെ? എങ്ങനെ തെളിവ്? ഇറക്കിക്കൊടുത്തു എന്നാൽ ഇറങ്ങി വന്നാൽ കാണണ്ടേ? അത് ഈ ലൈലത്തുൽ ഖദ്ർ ആയാലും ഇറക്കിക്കൊടുക്കുമ്പോൾ കിട്ടിയാൽ കാണണ്ടേ? ഇറങ്ങിയാൽ നമ്മൾ കാണണ്ടേ? കാണത്തക്ക രീതിയിൽ ഇറങ്ങിയാൽ അതിൻ്റെ പോർഷ എത്ര മാത്രമായിരിക്കും? എന്തുകൊണ്ടാണ് ഈ മലായികങ്ങളെ അള്ളാഹു രഹസ്യമാക്കി വെക്കുന്നത്? അവരെ പരസ്യപ്പെടുത്തി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളാണ്, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് വിശ്വാസം. പിന്നെ ഈ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അർത്ഥം ഒന്ന് ഇന്ന് പരിധി നോക്കി. അതിൻ്റെ അർത്ഥം ആത്മാവ് എന്നാണ്. അപ്പം ഈ വാക്കിൽ അതിൽ മലക്കുകളും റൂഹും അവൻ്റെ നാഥൻ്റെ വിധി കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഈ റൂഹ് എന്തിനാ വരുന്നത്? മനുഷ്യൻ്റെ ആത്മാവ്
അതിൻ്റെ വിധിയുമായി എന്തിനാ വരുന്നത്? ഈ ഒരു കൊണസ്റ്റ് ഒഴിവാക്കാനായിട്ട് മൗദൂദി എടുക്കുന്ന ഒരു അടവുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അദ്ദേഹമാണ് മലക്കിലെ പ്രധാനമന്ത്രി. അദ്ദേഹം വന്നത് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ ഖുറൈശികളൊക്കെ കൊതിച്ചിരുന്നു. നബിയോട് പറയുകയും ചെയ്തു, ഞങ്ങൾക്കും അയാളെ കാണണം. പക്ഷേ മരിക്കുവോളം അയാളെ കാണിക്കാൻ നബി തയ്യാറായിട്ട് ഇല്ല. ഉണ്ടായിട്ട് വേണ്ടേ കാണിക്കാൻ. അപ്പം മലക്ക് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജിബ്രീൽ പറയുന്നത്? അപ്പം മലക്കുകളും റൂഹും, മൗദൂദിയുടെ വാദം നമ്മൾ ശരിക്കും കണക്കിലെടുക്കുകയാണെങ്കിൽ മലക്കുകളിൽ ജിബ്രീലും പെടുമല്ലോ. പിന്നീട് മനുഷ്യരും മുഹമ്മദും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, മനുഷ്യരും അബൂബക്കർ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവിടെ മൗദൂദിയുടെ വാക്ക് പൊളിയുന്നു. എല്ലാം പൊളിയുമെന്നേ, പൊളിയാണ് മൊത്തത്തിൽ എല്ലാം. അപ്പം അതിൻ്റെ അടുത്ത അധ്യായം, അടുത്ത വാക്ക്, അവരുടെ നാഥൻ്റെ അനുമതിയോടെ സമസ്ത സംഗതികളുടെയും വിധയും കൊണ്ടിറങ്ങിയിരിക്കുന്നു. ഇതൊരു മുൻകൂർ ജാമ്യം പോലും കിട്ടാത്ത തള്ളാണ്. അതായത് എല്ലാ കാര്യങ്ങളുടെയും വിധിയുമായിട്ടാണ് ഈ കാണാമലക്കുകൾ കാണാമറിയത്തിറങ്ങി വന്ന് നമ്മയൊക്കെ അനുഗ്രഹിച്ച് പോകുന്നത്. എല്ലാ സംഗതികളും എന്ന് പറയുമ്പോൾ, സമസ്ത സംഗതികൾ എന്ന് പറയുമ്പോൾ, ഗാസയുടെ വിഷയം കഴിഞ്ഞ വർഷം അവർ കൊണ്ടുവന്നുവോ? കേരളത്തിൽ എങ്ങുമില്ലാത്ത കാലാവസ്ഥ, ചൂട് ഈ നോമ്പ് കാലയളവിൽ ഉണ്ടാകുമെന്ന് അവർ തീരുമാനിച്ചു കൊണ്ടുവന്നതാണോ? കോവിഡ് വന്നല്ലോ. അതിന് തൊട്ടു മുമ്പത്തെ വർഷത്തെ ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അള്ളാഹു വിധി നിർണയിച്ചു കൊടുത്തയച്ചതാണോ? ഇനി മോദി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കുന്നതാണോ? നെതന്യാഹു. ഇതൊക്കെ ഈ തള്ളുമ്പോൾ മയത്തിൽ തള്ളിയില്ലെങ്കിൽ അത് ചെന്ന് മുട്ടുന്ന മുട്ടുകൊണ്ട് ഈ തള്ളുന്നവൻ തകർന്നു പോകും എന്നതിന് തെളിവാണ്. ഇനി ഇവരൊക്കെ ഈ വന്നു മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എല്ലാം കഴിവുള്ള അള്ളാഹ്ക്ക് അവിടുന്ന് തന്നെ അങ്ങ് നടത്തിയാൽ പോരെ. എന്തിനീ അസിസ്റ്റന്റിനെ വെക്കുന്നു? ഈ മലക്കുകളൊക്കെ അസിസ്റ്റന്റാണ്. എന്തിനാണ് ഈ അസിസ്റ്റന്റ്? എല്ലാ കഴിവുള്ളവർ. അപ്പം ഇന്ന് ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം എന്നോട് ചോദിച്ച കാര്യമാണ്. ഇപ്പം ഖുർആൻ ഒരു മുൻ മാതൃകയില്ലാത്ത ഒന്നാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഈ മാതൃക? ഈ ഭൂലോകത്തെ സൃഷ്ടിക്കാൻ, ഖുർആനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ മാതൃക ഒരു വിശ്വാസിയുടെ ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇതൊക്കെ തള്ളുകൾ ആയതുകൊണ്ടാണ്. മാത്രമല്ല അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു പിന്നീട് ഒന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ അള്ളാഹു അതുവരെ പരിപൂർണൻ അല്ലായിരുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു പിന്നീട് ഭൂമി സൃഷ്ടിക്കുകയാണെങ്കിൽ ഭൂമി സൃഷ്ടിക്കണമെന്ന അറിവ് അള്ളാഹുവിന് ഇല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാം അറിയുന്നവൻ എന്ന വാദം അവിടെ റദ്ദാക്കപ്പെടുന്നു എന്ന കാര്യവും ഇവർ മനസ്സിലാക്കാതെ പോകുന്നു. അപ്പം ഈ മലക്കുകൾ വരുമ്പോൾ ഇനിയെങ്കിലും ഖുറൈശികൾ ആവശ്യപ്പെട്ടതുപോലെ തെളിവ് സഹിതം വരിക. ഞാൻ പോലും ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് അവരെ പുകഴ്ത്തി പാടത്തല്ലേ ഉള്ളൂ, അല്ലാതെ മാറ്റിപ്പറയാൻ എനിക്ക് സാധിക്കും. ഈ രാവിൽ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കല്ലുകടിയാണ്. ഭൂമിയുടെ ഗോളാകൃതി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇരുട്ട്, ഒരു ഭാഗത്ത് പകലാണെങ്കിൽ 24 ടൈം സോൺ നമ്മുടെ വേൾഡ് വൈഡായിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഒരൊറ്റ ടൈം സോണാണ് ആ പ്രദേശത്ത്. ഫ്രാൻസിൽ 12 ഉണ്ട്, റഷ്യയിൽ 11 ഉണ്ട്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഒരു ടൈം സോണേ ഉള്ളൂ. അപ്പം അറേബ്യയിലെ അള്ളാഹുവിന് ഈ രാവും പകലും അറിയാതെ പോയതിൽ ഒരുപാട് പ്രയാസമൊന്നും പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനെയേ വന്ന് ഭവിക്കൂ. ആ അറിവിന് അത്രയേ മഹിമയുള്ളൂ, അത്രയേ ഉൾക്കൊള്ളാനാവുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ഇത് ഉറങ്ങാതിരുന്നാൽ മാത്രമേ കിട്ടൂ. അതെന്താണ് നിർബന്ധം? ഇങ്ങനെ നിനക്ക് വിധി കൊണ്ടുവന്ന് നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കിയിട്ട് പൊയ്ക്കോ.
ഈ ആരുടെ മേലാണോ വിധി നടപ്പിലാക്കേണ്ടത് അവൻ ഉറങ്ങാതിരിക്കണമെന്ന് ചടിക്കുന്നത് എന്തിനാണ്? പകലായാൽ പോരെ, അല്ലെങ്കിൽ അല്പം മയക്കത്തിൽ കിടക്കുമ്പോൾ പോരെ. ഇവൻ ഈ ഉണർന്നിരിക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ മതത്തിൽ ആളെ പിടിച്ചു നിർത്താനുള്ള അടവ് നയത്തിൻ്റെ ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ്. കാഫറിന് കിട്ടില്ല കേട്ടോ, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ലൈലത്തുൽ ഖദർ കിട്ടില്ല. ഇനി ആർക്കൊക്കെയാണ് കിട്ടാത്തത്? മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമോ? നിസ്കരിക്കാത്തവന് കിട്ടില്ല. പകൽ രാത്രി ഉറങ്ങുന്ന മുസ്ലിമിനും കിട്ടില്ല. പിന്നെയോ ജമാഅത്ത്, മുജാഹിദ്, സുന്നി, സിയ, അഹമ്മദിയ, ഇസ്മയിലി, ഫാർസി, മുനാഫിക്ക് തുടങ്ങിയ ആളുകൾ പരസ്പരം പറയുന്നത് ഇവരൊക്കെ കാഫിരീങ്ങൾ എന്നാണ്. അപ്പോൾ അവർക്കും കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഈ പെടാപാടുപെട്ട് കുറേ മുസ്ലിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാതെ അവരെ പള്ളിയിൽ തളച്ചിട്ട് ഈ ഇറക്കിക്കൊടുക്കുന്ന സംഗതി ബഹുഭൂരിപക്ഷ ആളുകൾക്ക് സ്വാഹ. ഈ എന്താണ് ഈ ഇറക്കിക്കൊടുക്കുക എന്ന് പറയുന്നത്? ഇത് ഇറങ്ങിയതിന് എന്താണ് തെളിവുണ്ട്? ഇറങ്ങിയില്ല എന്നതിന് എന്താ തെളിവുണ്ട്? കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയവന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഒരുത്തന് കിട്ടി, അവന് ദാരിദ്ര്യമുണ്ട്, മാറുമോ? ഒരുത്തന് കിട്ടി, അവന് ക്യാൻസർ ഉണ്ട്, മാറുമോ? ഞാനും ഒരു പള്ളിയിൽ പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കെന്തു മാറ്റമാണ് ഈ കിട്ടലിലൂടെ, ഇറങ്ങലിലൂടെ കിട്ടുക? ഇതൊക്കെ വല്ലാത്ത തള്ളുകൾ എന്നല്ലാതെ, കാലഹരണപ്പെട്ടു പോയ ഒന്ന് എന്നല്ലാതെ എന്താണ് സുഹൃത്തുക്കളെ പറയാൻ സാധിക്കുക? പക്ഷേ സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു പ്രാവശ്യം അവന് മതവുമായി അടുത്തു നിൽക്കാൻ, മതത്തിൻ്റെ അംഗങ്ങളുമായി അടുത്തു നിൽക്കാൻ, താൻ കഴിഞ്ഞ വർഷം അള്ളാഹുവിനെ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം മാറ്റാൻ കിട്ടുന്ന ഒരു അവസരം എന്നല്ലാതെ അതിൽ ചിന്തിക്കുന്നവർ വളരെ കുറവാണെങ്കിലും പലപ്പോഴും ഇപ്പോഴും പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദർ ഇറക്കൽ അള്ളാഹുവിന് അധികകാലം നീട്ടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.